കേൾക്കുക, പ്രതിഷേധ സമരം സിന്ദാബാദ്. എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധം സഖാവേ? അർജുനായെങ്കിൽ പത്തനംതിട്ടയിൽ ഒളിവിലുണ്ടെന്ന് പറഞ്ഞ് പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ കാട്ടാത്തിമല ആദിവാസി ഉന്നതികളിൽ പോലീസുകാർ അതിക്രമിച്ച് കയറിയെന്നും സ്ത്രീകളെ അടക്കം അതിക്രൂരമായി മർദ്ദിച്ചുവെന്നും ആരോപിച്ചാണ് CPM-ന്റെ പ്രതിഷേധ സമരം. എന്നിട്ടോ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് 2 വാക്ക് സംസാരിക്കാൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ശ്രീ രാജു അബ്രഹാമിനെ ക്ഷണിക്കുന്നു. അടിയന്തരാവസ്ഥയിൽ ഞങ്ങളുടെ ആളുകളെയൊക്കെ ഒറ്റിക്കൊടുത്ത കുറേയേറെ കോൺഗ്രസ് ഊച്ചാളികളുണ്ട്. അവരൊക്കെ ഒറ്റുകൊടുക്കുമ്പോ പോലീസ് സ്റ്റേഷൻ വിളിച്ചു പറയുമ്പോൾ CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യും, മർദ്ദിക്കും, അവിടെ ജയിലിലടയ്ക്കും. ശരി, ഇവിടെ സംസ്ഥാന കമ്മിറ്റി അംഗവും സർവോപരി മുതിർന്ന നേതാവുമായ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണോ ഇമാതിരി ഡയലോഗ് അടിച്ചത്? നീ ഊച്ചാളി അടിച്ച ഞാൻ അതുക്കും മേലെ അടിക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഇറങ്ങിയില്ലേ നമ്മുടെ ഉദയഭാനു സഖാവ്? ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന നേതൃത്വങ്ങളായ വാളണ്ടർമാര്, നമ്മുടെ നാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത മര്യാദകളാണ് കഴിഞ്ഞ 8-ാം തീയതി രാത്രിയിൽ ഈ മല്ലപ്പള്ളിയിൽ അരങ്ങേറിയത്. പ്രതീക്ഷിച്ച ഓളൊന്നും വരുന്നില്ലല്ലോ. എന്തിനാണ് നിങ്ങൾ അവിടെ കയറിയത് നിങ്ങൾ പറയേണ്ടി വരും. ബാക്കിൽ നിൽക്കണ ചേച്ചിക്ക് വരെ നിരാശയായി. ഈ പോലീസ് കാട്ടാളന്മാരെല്ലാം കൂടെ രാത്രി ചെന്ന് കയറുക വീട്ടില്. എന്ത് മര്യാദകേടാ! ഇവരൊക്കെ അമ്മയും പെങ്ങന്മാരും ഒന്നുമില്ലേ? ചേച്ചി ചിരിച്ചു. അങ്ങനെ അങ്ങോട്ട് കേറി സഖാവേ. ചില കോൺഗ്രസുകാർക്ക് ധാരണയുണ്ട്, ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പാവപ്പെട്ടവന്റെ വീട് കയറാനും കേസിൽ കൊടുക്കാനും എല്ലാമാണ് ധാരണയെങ്കിൽ ആ പരിപ്പ് ഇവിടെ വേവത്തില്ല. എല്ലാരും ചിരിച്ചു. എന്നാ പിന്നെ മറ്റേ ഊച്ചാളിക്ക് മേലെ ഒരു സാധനം അടിക്കട്ടാ, അതിനാണ് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത്. പോലീസുകാരോട് പറയാം, മര്യാദയെങ്കിലും എരപ്പാളിക പറയുന്നത് കേട്ടുകൊണ്ട് പാവപ്പെട്ടവന്റെ വീട് കയറിയാൽ നിങ്ങള് വന്നതുപോലെ പോകത്തില്ല. നിങ്ങളുടെയൊക്കെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉണ്ട്. അത് അവിടെയൊക്കെ അത്തരം രീതിയിലേക്ക് ഞങ്ങളെ ചിന്തിപ്പിക്കരുത്. കേറിയന്മാരെയൊക്കെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വല്ല വിചാരം ഉണ്ടോ? കുറച്ച് കൈ വിട്ടൂട്ടാ. നിങ്ങളുടെയൊക്കെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉണ്ട്. അത് അവിടെയൊക്കെ അത്തരം രീതിയിലേക്ക് ഞങ്ങളെ ചിന്തിപ്പിക്കരുത്. സഖാവേ, ഒരു പ്രശ്നം ഉണ്ട് ട്ടാ. പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കെടുത്ത് 76 ദിവസം ജയിൽവാസം അനുഭവിച്ചു. പിന്നീടും ഉച്ചഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തിലുമെല്ലാം പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്. പിന്നല്ല, ഇതൊക്കെ ഒരു പൊൻതൂലായിട്ടേ KP സഖാവ് കാണുന്നുള്ളൂ. ആ മുഖത്തെ സന്തോഷം കണ്ടില്ലേ? എന്നാലും ഒരു പേടി. അങ്ങനെ ഭയപ്പെടുന്നവരല്ല ഞങ്ങൾ. കേസ് കാണിച്ചൊന്നും ഞങ്ങളെ വരട്ടണ്ട. പോലീസ് കേസൊക്കെ വന്ന സ്ഥിതിക്ക് സംഭവം വളച്ചൊടിച്ചതാ നിങ്ങൾ പറഞ്ഞ് രക്ഷപ്പെട്ടോ? ഞാൻ പറഞ്ഞിടത്ത് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അമ്പോ, അത് കൊനക്ക് സഖാവേ. പറഞ്ഞ വാക്കുന്ന ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റരുത്. ഇനി ഭാഗ്യം ഉണ്ടെങ്കിൽ ജാമ്യൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.